രാത്രി മുഴുവനായിട്ട് നമുക്ക് സജീവമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഒന്ന്, അഫുവിന് വേണ്ടിയും ആഫിയത്തിന് വേണ്ടിയും നമ്മൾ ദുആ ചെയ്യണം. അഥവാ അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദുആ അധികരിപ്പിക്കണം. ലൈലത്തുൽ ഖദർ എപ്പോഴാണ് എന്ന് അറിഞ്ഞാൽ ഞാനെന്താ ചൊല്ലേണ്ടത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടിയാണല്ലോ അത്. അപ്പൊ ലൈലത്തുൽ ഖദറിൽ ചൊല്ലൽ ഏറ്റവും കൂടുതൽ പുണ്യകരമായ ദിക്റുകളിൽ ദുആകളിൽ പെട്ട ഒരു ദുആ ആണത്. രണ്ടാമത്തത്, കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവും, അത് ധാരാളമായിട്ട് ചെയ്യാം. നമുക്ക് ഏതായാലും രാത്രി മൊത്തറക്കൊഴിയാൻ ചിലപ്പോ എല്ലാ രാവുകളിലും അവസാനത്തെ 10 എല്ലാ രാവുകളിലും കഴിഞ്ഞോളന്നില്ല. അപ്പൊ കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ആയത്തുൽ കുർസി ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് എന്ന് വന്ന ആയത്താണല്ലോ, അത് കുറെ ഓതുക. ഇദാ സുൽസിലത്തി സൂറത്ത് ഖുർആന്റെ പകുതി ആണെന്നല്ലേ, 2 വട്ടം ഓതിയ ഒരു ഖത്മ് തീർത്ത കൂലി, അത് നിശ്ചിത എണ്ണം വെച്ച് ഓതുക. സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിന്റെ 3/1 അതും കുറെ ഓതുക. പിന്നെ സൂറത്തു കാഫിറൂൻ ഖുർആന്റെ 4/1 എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആയത്താണല്ലോ, അതും കൂടുതലായിട്ട് ഓതുക. പിന്നെ 10 ഖത്മ് തീർത്ത പ്രതിഫലവും ഖുർആനിന്റെ ഹൃദയം എന്നൊക്കെ വിശേഷിപ്പിച്ച സൂറത്തു യാസീൻ അതൊരു തവണയെങ്കിലും ഓതാതിരിക്കരുത്. അൽ ബഖറ സൂറത്തിലെ അവസാനത്തെ ആയത്തുകളുണ്ട് നമ്മൾ ഹദ്ദാദിലൊക്കെ ചൊല്ലുന്ന, അതും നമ്മൾ ഓതണം. കാരണം തഹജ്ജുദ് നിസ്കാരത്തിന് പകരമായിട്ട് നിൽക്കുന്നതും രാത്രിയിലുള്ള കാവലിനൊക്കെ മതിയാവുന്ന ആയത്തുകളെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആയത്തുകളാണല്ലോ. ഹദ്ദാദ് റാത്തീബ് മറക്കില്ല, പതിവായി ഓതുന്ന വാഖയും മുൽക്കും എന്തായാലും ഒഴിവാക്കില്ലല്ലോ. ഇതുപോലെ ഇസ്തിഗ്ഫാർ, തസ്ബീഹ്, ദിക്റുകൾ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്, ഇതും കൂടുതലായിട്ട് നമുക്ക് കഴിയുന്നത് പോലെ പരമാവധി ചൊല്ലണം.